46 ഉണ്ടാവും, 49 ഒക്കെ ഉണ്ടാവും. ഓക്കെ, അവരൊക്കെ എല്ലാവരും ഉള്ള പിന്നെ നമ്മളെ വീക്കെൻഡ് സെഷന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ലാസ്റ്റ് വീക്ക് പ്രോഫിറ്റ് എടുത്തവരും അതേപോലെ തന്നെ കുറെ പേര് പ്രോഫിറ്റ് നന്നായിട്ട് എടുത്തു പോയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് അനാലിസിന്റെ ഫീഡ്ബാക്കുകൾ, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇപ്പൊ മാർക്കറ്റിന്റെ സിനാരിയോ നമുക്കൊക്കെ അറിയാം. അതായത് നമ്മള് യുദ്ധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ സിനാരിയോ നമ്മുടെ അടുക്കളകളിൽ എത്തുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ഉള്ള മാർക്കറ്റിൽ ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ്, അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് ചെറിയൊരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ആസ് എ ട്രേഡർ നമുക്ക് എന്തുണ്ടായിരിക്കണം, അതിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണത് നോട്ട് എ ടെക്നിക്കൽ വേയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് കംപ്ലീറ്റ്ലി എന്താണോ മാർക്കറ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ രാജ്യങ്ങൾ നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിലാണ് പിന്നെ ഓൾമോസ്റ്റ് കമ്മോഡിറ്റീസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില് ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർമോസിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം, നമുക്ക് അതിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. മാർക്കറ്റ് ചിലപ്പം അൺഎക്സ്പെക്ടഡ് ടൈമിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നടന്നേക്കാം. ഓക്കെ, ഹാപ്പി വെൽക്കം സേത് സാർ. സേത് സാറാണ് ഫണ്ടമെന്റൽ സിനാരിയോ നമ്മളോട് പിന്നെ ഇത് ചെയ്യണത്. അതിനുശേഷം നമുക്ക് പിന്നെ ലൈവിലുള്ളവരുടെ കുറച്ച് ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഡിസിപ്ലിൻ പ്ലാന് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. സോ ഹാപ്പി വെൽക്കം സേത് സാർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീക്ക് ലൈവിലുള്ളവരൊക്കെ ട്രേഡ് കാര്യങ്ങളൊക്കെ സേഫ് ആയിരുന്നു എന്ന് കരുതാണ്. എനിവേ, പിന്നെ നമ്മൾ ഫണ്ടമെന്റലിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ എവറി വീക്ക് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ലൈവിലേക്ക് ഇറങ്ങുന്നതാണെങ്കിലും ഡെമോ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എല്ലാ ബാച്ചും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറന്റ് ഉള്ള എല്ലാവരും നമ്മൾ പിന്നെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പറായി എത്തിയ ടീം മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡെമോ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഒരു കാൽക്കുലേഷനോട് കൂടി എല്ലാ വീക്കും നമുക്ക് പറയാനുള്ളത് പോലെ ന്യൂസ് ഒക്കെ നോക്കി തുടങ്ങിയ ടീമാണെങ്കിൽ ന്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡിലേക്ക് ഇറങ്ങുക. ബിക്കോസ് കഴിഞ്ഞ വീക്ക് എല്ലാ ദിവസവും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മാർക്കറ്റ് നൈറ്റ് 1 അവർ ക്ലോസ് ആയിട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് എല്ലാ ദിവസവും നല്ലൊരു ഗ്യാപ്പ് അപ്പോട് കൂടി അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ഫ്ലക്ച്വേഷനോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിന്റെ റീസൺ നമുക്കൊക്കെ അറിയാം, കറണ്ട് ഇഷ്യൂ ആണ്. ഇപ്പോൾ കറണ്ട് പിന്നെ ഗ്ലോബലി നടക്കുന്ന പിന്നെ റീജിയണൽ ഇഷ്യൂ ആണ്. അതിനൊക്കെ റീസൺ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ വീക്ക് ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് സെഷനിലും ഓർമ്മിപ്പിച്ചിരുന്നു, ഡെയിലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരുക. അത് ഡെമോ ആണെങ്കിൽ ഡെമോയിൽ തന്നെ നമ്മളത് ശീലിച്ചാൽ മാത്രമേ ലൈവിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലൈവിലുള്ളവർ നിർബന്ധമായിട്ടും മാക്സിമം ഈ ഒരു പിന്നെ സിറ്റുവേഷനിൽ, ഈ ഒരു സിനാരിയോയിൽ എല്ലാ ദിവസവും ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റിന് മാറിയിരിക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. കാരണം അത്രയും നല്ലൊരു ഫ്ലക്ച്വേഷനോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. ഒരൊറ്റ 50 മിനിറ്റ്സിന്റെ ഒക്കെ പിന്നെ ക്യാൻഡിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നല്ലൊരു പിന്നെ എന്തുണ്ട് വോളറ്റൈലിറ്റി നമുക്ക് ഏർലി മോർണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയാറുള്ളത് വീക്കെൻഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്തോളി, ക്ലോസ് ചെയ്താൽ മതി, വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലാത്ത ദിവസം മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നതിനും പറയാറുള്ളത്. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ അങ്ങനെയല്ല, എല്ലാ ദിവസവും മാക്സിമം മാർക്കറ്റിന് എന്ത് ചെയ്യുക, പിന്നെ നമ്മളില്ലാത്ത സമയത്ത് മാർക്കറ്റിൽ റണ്ണിങ് ട്രേഡ്സ് ഇല്ലാത്ത രീതിയിൽ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ TP-യും SL-ഉം, അതായത് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും കൃത്യമായി പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം മാർക്കറ്റിന് പോരുക. നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കുക. ബിക്കോസ് നമ്മൾ പിന്നെ ഇതിലുള്ള എല്ലാവരും റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. ആരും എന്തല്ല ഭയങ്കരമായ ഫണ്ട് ഇട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നല്ല. എല്ലാവരും ഒരു 10,000 അല്ലെങ്കിൽ ആ 10,000 20,000 ആ ഒരു ലെവലിൽ ചെയ്യുന്നവരായിരിക്കും. മേ ബി പലരും 5,000-ൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു പിന്നെ നമ്മളെ ക്യാപിറ്റലിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നിക്കലും കറൻ്റ്ലി വർക്ക് ചെയ്യാത്ത രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ലൊരു വൊളറ്റാലിറ്റി മാർക്കറ്റിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്നുള്ളത് ഹോർമൂസിലുള്ള പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപനമായിരുന്നു. അവിടെ ഇനി കപ്പലുകൾക്ക് സമ്മതം കൊടുത്തു എന്നുള്ള റീസണും ക്രൂഡ് ഓയിലിന്റെ വില ഏഹ്, ഇറങ്ങുകയും ഗോൾഡിന്റെ വില കൂടുകയും ചെയ്ത് അവിടെ ഡോളർ വീക്കായി അങ്ങനെ ഗോൾഡിന്റെ വില എന്തായി അപ്പിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ന്യൂസുകൾ കാണുന്നവരാണ്. അപ്പോൾ എഫ്എക്സിലുള്ള ആൾക്കാർ ന്യൂസിനെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഈവനിങ് മുതൽ ഇങ്ങോട്ട് നമ്മളൊക്കെ ന്യൂസിലൊക്കെ കാണുന്നതാണ്, വീണ്ടും ഹോർമൂസ് പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇന്ത്യന്റെ കപ്പലിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കറന്റ് ഒരു കപ്പൽ പോലും കടത്തിവിടൂല എന്നുള്ള തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. ഇനി എന്താണ് നാളെ മാർക്കറ്റിൽ സംഭവിക്കുക എന്നുള്ളത് ഇനി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് വീക്കെൻഡിൽ ഉണ്ടാവുക. അപ്പോൾ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സിനാരിയോസ് ഗ്ലോബലി നടക്കുമ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അത് കുറേ ടെക്നിക്കൽ പഠിച്ചാലും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്കറ്റ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ കറന്റ് നമ്മളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, ഇസ്ലാമാബാദിൽ വീണ്ടും അടുത്ത സമാധാന ചർച്ച നടക്കാൻ പോവുകയാണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നു 48 മണിക്കൂർ അങ്ങനെ മറ്റോ ആണ് ഡിസ്കഷൻ ഉണ്ടാവുക. നാളെ മുതൽ ഇന്ന് മിഡ് നൈറ്റ് മുതലോ നാളെ മുതലോ അങ്ങനെയോ മറ്റോ ട്രംപ് നിയോഗിച്ച ഒരു ടീം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് പോയിക്കൊണ്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കറന്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ചർച്ചയിലേക്ക് പോവാണ്. ആ ചർച്ച എന്താണ് സംഭവിക്കുക എന്നുള്ളത് ചർച്ച കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ ഓരോ ഈ ചർച്ചയിൽ വരുന്ന ന്യൂസുകൾ പുറത്തു വരുന്ന സമയത്തും എന്തുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സേഫായിട്ട് മാത്രം, ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു റൂൾ അനുസരിച്ച് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന്റെ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, സേഫായിട്ട് ട്രേഡിനെ കൊണ്ടുപോവാം എന്നുള്ളതാണ്. നമ്മളാ പ്രോപ്പർ മണി മാനേജ്മെന്റ്, നമ്മളെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ലോഡ് സൈസ്. ഇവിടെ ഇപ്പോൾ 5000 ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 0.05 ലോട്ട് മാറ്റിയിട്ട് 5000 മാക്സിമം ലോട്ട് എന്നുള്ളത് 0.05 ആണ്. എന്നാൽ പോലും ആ ഒരു ലോട്ട് മാറ്റിയിട്ട് മാക്സിമം ചെറിയ ലോട്ട് എടുക്കുക. ഒരു 0.03 വരെയൊക്കെ ഉള്ള ലോട്ട് എടുത്ത് നിങ്ങൾ ഇടുന്ന ട്രേഡ്സിന്റെ കൗണ്ട്, അതായത് മാക്സിമം അറ്റ് എ ടൈം നമ്മൾ കൊടുക്കാറുള്ളത് 2 ട്രേഡ് റണ്ണിങ്ങിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. 2-3 ട്രേഡാണ് നമ്മൾ അറ്റ് എ ടൈം റണ്ണിങ്ങിൽ വെക്കാൻ പറയാറ്. അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, മിനിമലൈസ് ചെയ്യുക. നമ്മൾ ട്രേഡിനെ ഒന്നും കൂടി ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ കറന്റ് നമ്മൾ കേട്ടൊരു ന്യൂസാണ്, ബാബൽ മന്ദബ് ഹോർമോസ് കഴിഞ്ഞാൽ പിന്നെ ഗതാഗതം ചരക്ക് നീക്കം ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പാതയാണ് ബാബൽ മന്ദബ് എന്നുള്ളത്. അതും ഹൂത്തികൾ അടക്കും എന്നുള്ളൊരു ഒരു ന്യൂസ് ഇപ്പം കറന്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഇതൊരു ദുസ്വപ്ന തുല്യമായ സാഹചര്യം എന്നുള്ളത്. അതായത് എന്താ പറയാ, ഇങ്ങനെ ബാബൽ മന്ദബും കൂടി അടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമുക്ക് ഈ ഒരു ക്രൈസിസിലൂടെ പോകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ കറന്റ് ഉള്ള ന്യൂസുകളൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ പോലും ഹൂത്തികൾക്ക് എതിരെയുള്ള ടീമിലും ഭയമുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഇപ്പോൾ ബാബൽ മന്ദബ് ഇപ്പോൾ ഈ വരുന്ന കരാറിലുള്ള വരുന്ന ചർച്ചയിലുള്ള ഡിസിഷൻ അല്ല, അവരെടുക്കുന്ന തീരുമാനം പോലെ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ വളരെ ഡിസിപ്ലിൻഡോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ അതിൻ്റെതായിട്ടുള്ള വലിയൊരു ക്രൈസിസിലേക്ക് പോകാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ആണ് മുന്നിലുള്ളത്. എനിവേ ഒക്കെ വളരെ ഭംഗിയിൽ അവസാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഫോറക്സ് ഫാക്ടറിയിലേക്ക് വരികയാണെങ്കിൽ, ഈ കഴിഞ്ഞ വീക്ക് ഫോറക്സ് ഫാക്ടറിയിൽ ഇപ്പം കറന്റ് കാണിച്ച് കൊണ്ടിരിക്കുന്ന ന്യൂസ് അല്ലാതെ വേറെയും പല ന്യൂസുകൾ എന്തുണ്ട്, സഡൻലി വരുന്ന ന്യൂസുകളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
ഇപ്പൊ ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ ഫോറക്സ് ഫാക്ടറി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പിന്നെ ട്രംപ് പെട്ടെന്ന് പറയുന്ന ട്വീറ്റുകൾ അല്ലാതെ വരുന്ന ഇപ്പൊ ഈ കറണ്ട് സാഹചര്യത്തിൽ പിന്നെ ഇറാനുമായിട്ട് വരുന്ന ട്വീറ്റുകൾ കാര്യങ്ങളൊക്കെ ഫോറക്സ് ഫാക്ടറിയിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകൾ വിത്ത് എഫക്റ്റോ ഏത് തരത്തിലുള്ള എഫക്റ്റ് ആണ് മാർക്കറ്റിൽ കാണിക്കുക എന്നുള്ള സിമ്പിളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, സ്പോട്ട് അപ്ഡേഷൻ ആയിരിക്കും. നമ്മൾ ഫോറക്സ് ഫാക്ടറിയിൽ കാണുന്ന പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വീക്ക് മൊത്തം ന്യൂസുകളും കാണാൻ പറ്റും. എന്നാൽ പോലും കറന്റ്ലി അപ്ഡേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറക്സ് ഫാക്ടറിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ എന്ത് ചെയ്യാം, എന്ത് ഉണ്ടാവും, പിന്നെ മാർക്കറ്റിൽ ഉണ്ടാവും. കഴിഞ്ഞ വീക്കൊക്കെ എനിക്കൊന്നു പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മെന്റേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോറക്സ് ഫാക്ടറി ന്യൂസ് അപ്ഡേഷൻ പഠിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഈവനിങ് ടൈം മാക്സിമം ട്രേഡിന്ന് അത്രയും ഫ്ലക്ച്വേഷനുള്ള ടൈം ട്രേഡ് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇറങ്ങുക. പക്ഷെ എല്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ന്യൂസ് ഇല്ലെങ്കിൽ പോലും ഫോറക്സ് ഫാക്ടറിയിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേഷൻ എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡിലേക്ക് പിന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ന്യൂസ് അതിൽ പിന്നെ സ്പോണ്ടാനിയസ് ആയിട്ട് അപ്ഡേറ്റഡ് ആകുന്ന ന്യൂസുകൾ എത്തരത്തിലാണ് മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് അതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ നാളെ മൺഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഫോറക്സ് ഫാക്ടറിയിൽ കാണുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ സാറ്റർഡേ സൺഡേ ഉള്ള എഫക്റ്റ് എത്തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, പിന്നെ ഇതൊന്നും ആരെയും പേടിപ്പിക്കാനും മറ്റല്ല പറയുന്നത്. നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു ബോധത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ന്യൂസിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ പിന്നെ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ കറന്റ്ലി നല്ല രീതിയിലുള്ള ന്യൂസുകൾ 4:50 ശേഷം അങ്ങോട്ട് വൈകുന്നേരം 4:15 മുതൽ ഇങ്ങോട്ട് എന്തുണ്ട്, നല്ലൊരു ന്യൂസ് മാർക്കറ്റിനുണ്ട്. പിന്നെ വെനസ്ഡേ ആണെങ്കിലും, പിന്നെ വെനസ്ഡേ ഇപ്പോൾ ക്രൂഡ് ഓയിൽ സംബന്ധമായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പക്ഷെ അത് ആ സമയത്ത് എത്തരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ കറണ്ട് സാഹചര്യം അനുസരിച്ച് ആ സമയം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കറന്റ് ഇതിൽ കാണിക്കുന്നത് യെല്ലോ സിമ്പിളാണ്, പക്ഷെ അത് മാറാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ വ്യാഴാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിലും അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ചയും ഉണ്ട്, ഫ്രൈഡേയും ന്യൂസ് ഉണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും പിന്നെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്ത് നിന്നും ഇപ്പൊ സാധാരണ എപ്പോഴും നമ്മൾ പറയാറുള്ളത് വേറൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സിഗ്നൽസ് സ്വീകരിച്ച് ട്രേഡിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ സിഗ്നൽസ് സ്വീകരിച്ച് പിന്നെ ട്രേഡിലേക്ക് ഇറങ്ങുക എന്നുള്ള ശീലം ആർക്കും ഉണ്ടാകാൻ. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ സമയത്തൊന്നും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗ്നലൊന്നും കറക്റ്റ് പ്രോപ്പർ സിഗ്നലൊന്നും തരാനൊന്നും പറ്റൂല. കാരണം അത്രയും മാർക്കറ്റ് എന്താണ്, വോൾട്ടൈലാണ്. വോൾട്ടൈൽ മീൻസ് ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വേറൊരു സ്ഥലത്ത് നിന്നുള്ള സിഗ്നലോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല, ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ വേ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ മാത്രം ട്രേഡിനെ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും എനിക്ക് അറ്റ് ലാസ്റ്റ് പറയാനുള്ളത്, എല്ലാവരും സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കുക. അത് നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ ട്രേഡേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ആരും ട്രേഡിലേക്ക് ഇറങ്ങണ്ട. എന്ത് ചെയ്തോളി, മാറിയെന്നോളി, എന്നാൽ പിന്നെ എന്തില്ല, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം മാത്രം. കാരണം ഇത്രയും പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ വീക്കൊക്കെ നമ്മൾ കറണ്ട് മാർക്കറ്റ് കണ്ടവരാണ്. അപ്പോൾ അതിന്റെ വോളറ്റൈലിറ്റി എത്തരത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ലോസിന് കൊടുക്കേണ്ട, ഇതൊക്കെ ഞാൻ എല്ലാ വീക്കും പറയുന്നതാണ്. എന്നാലും ഒന്നുകൂടി പറയുന്നത്, അടുത്ത വീക്ക് പിന്നെ വരുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് പ്രോപ്പർ 1 വീക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കൊടുക്കേണ്ട ലോസിന്റെ ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് മാത്രം കൊടുത്ത് ആ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിക്കോളി, നിങ്ങൾ മാറിയെന്നോ, നാളെയും മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നാളെ പിന്നെ എന്ത് ചെയ്യുക, ഫ്രഷ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പ്രോഫിറ്റ് എടുത്തവരാണെങ്കിൽ പ്രോഫിറ്റിൽ റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ പ്രോഫിറ്റിനുള്ളിൽ റിസ്ക് പ്ലേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ട്രേഡിനും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ പിന്നെ എല്ലാം പിന്നെ പറഞ്ഞു തരിക എന്നുള്ളതിനപ്പുറം പല കാര്യങ്ങളും നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ക്യാപിറ്റൽ കൂടുതൽ ക്യാപിറ്റൽ ഉള്ളവരാണെങ്കിൽ മാക്സിമം ലോട്ട് കുറച്ചിട്ട് എന്ത് ചെയ്യുക
ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും പിന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ലോങ് ടേം ഈ ഒരു സ്കില്ലിനെ കൊണ്ടുപോകാനുള്ളതാണ്. ആ ഒരു പിന്നെ ഡിസിപ്ലിനോട് കൂടി മാത്രം മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രമാത്രമാണ് ഈ ഒരു വീക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അടിപൊളിയായിട്ട് മാർക്കറ്റിന് അടുത്ത വീക്കെൻഡും സൂപ്പർബ്ലി നമുക്ക് പിന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ്. സഫ്ന സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് അറിയേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ സേത് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കുറെ നമുക്ക് ലാസ്റ്റ് വീക്ക് കുറെ സക്സസ് ടോക്കുകൾ നന്നായിട്ട് കുറെ പേര് പ്രോഫിറ്റ് എടുത്ത കഥകളും കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു. പിന്നെ പലതും നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്യപ്പെടാത്തത് പിന്നെ അത് അവരുടെ പ്രൈവസി കാര്യങ്ങൾ മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ഒരു ലോകത്ത് പോവാന്നുള്ളതാണ്. അപ്പൊ എല്ലാ വീക്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു പ്രീവിയസ് കുറെ ബാച്ച് മുന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ എല്ലാ വീക്കും പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മോൾഡ് ചെയ്യാൻ പറ്റണത് അതിന്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. നമ്മൾ എന്നും, അതായത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്കില്ലിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം എനിക്കിപ്പോ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നവരെ പേടിയാ, അതായത് അയ്യോ ഇവരിനി ഇതെങ്ങാൻ ഇതിന്റെ സിസ്റ്റം ആയിക്കോളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ലാസ്റ്റ് പിന്നെ ഡേയ്സിൽ നമുക്ക് പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് പ്രോഫിറ്റ് റിസ്ക് എടുത്തിട്ട് ഇപ്പം 47th ബാച്ചിലെ നോബിയൊക്കെ വളരെ ഭംഗിയായിട്ട് എന്താക്കി, എനിക്ക് തോന്നുന്നു $1,500 വിഡ്രോ അടിച്ചല്ലേ. നോബി ഇവിടെ ഉണ്ടോ? കൺഗ്രാചുലേഷൻസ്. യെസ് സർ. യെസ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. പിന്നെ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? പ്രോഫിറ്റ് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ ഫസ്റ്റ് വിഡ്രോവൽ. നല്ല സന്തോഷമായിരുന്നു. കാരണം വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിൽ കൂടുതൽ, ഞാൻ ചെയ്തതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ് ഞാൻ. യെസ്, ഓക്കെ. എപ്പോഴും നമ്മൾ പ്രോഫിറ്റിന് റിസ്ക്, ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചെറിയ ക്യാപിറ്റലിന് ഇത്ര, അപ്പൊ ഞാൻ പറഞ്ഞു ആള് പ്രോഫിറ്റ് എന്നാണ് എന്താകുന്നത് റിസ്ക്. അപ്പൊ നമ്മളെ ക്യാപിറ്റലിന്റെ മുകളിൽ പ്രോഫിറ്റ് വന്നാൽ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൽ നമുക്ക് റിസ്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം നമ്മളെപ്പോഴും എന്നിട്ടായിരിക്കണം നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ട്രേഡ്സ് തന്നെയാണ്. നോബി നെക്സ്റ്റ് വീക്ക് ഉഷാറാവട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ, ആശംസിക്കുന്നു. വെരി അതെ, ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, ഗുഡ്. പിന്നെ പിന്നെ അതുപോലെ തന്നെ കുറെ പേര് പിന്നെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജുനൈദ് ഭായി ഇവിടെ ഉണ്ടോ? ജുനൈദ് ഭായി ഓടിവിളാൻ പറ്റുമോ? യെസ്, ജുനൈദ് ഭായി അബുദാബി പോലീസിലാണ്. പിന്നെ എനിക്കൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരിക്കൽ പെട്ടെന്ന് കോൾ ആയിരുന്നു നൈറ്റ്, അബുദാബി പോലീസിന് ഇങ്ങനെ കാണണോ. ഞങ്ങളുടെ ചെയ്യോ, ഞാൻ ഫൈനൊക്കെ അടച്ചതാണല്ലോ. അപ്പോ ആള് വിളിച്ചപ്പോഴാണ് സാർ അല്ലെ മാഷേന്ന് തന്നെ വിളിക്കും, പറഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനം നേരെ വീണത്. അപ്പോ പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രേഡിംഗ് കൊണ്ടുപോകുന്നുണ്ട് ജുനൈദ് ഭായി. പിന്നെ സെൽഫ് അനാലിസിസിന്റെ വിക്ടിം കൂടിയാണ്, നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് വിഡ്രോവൽ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 46 ബാച്ച് അല്ലേ ജുനൈദ് ഭായി? അതെ അതെ അതെ. യെസ്. ഞാന് ഇപ്പൊ ഇവിടെ അബുദാബിയിൽ വന്നിട്ടൊരു 6 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ സൗദിയിലായിരുന്നു. അപ്പോ ഇതിൽ വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കയ്യിൽ കുറച്ച്, ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതിങ്ങനെ നമ്മുടെ ഈ മാർക്കറ്റൊക്കെ, ഇന്ത്യൻ മാർക്കറ്റ് കുറെ നാളായിട്ട് ഡൗൺ ആയതുകൊണ്ട്, ഈ സ്മോൾ ക്യാപ്പ് ഒക്കെ ഡൗൺ ആയി കിടക്കുന്നതുകൊണ്ട്, മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഡൗൺ ആയി ഒരു 20,000 30,000 ഒക്കെ നമുക്ക് ഇങ്ങനെ ലോസ് കണ്ടിപ്പോ നമ്മളെ ഒരു ഫോറക്സ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓഫീസിലുള്ള പുള്ളി പറഞ്ഞു അത് കൊടുത്തു കളഞ്ഞിട്ട് നമുക്ക് സിൽവറിൽ ഇടാന്ന് പറഞ്ഞു. കറക്റ്റ് സിൽവറിൽ ഇട്ട ദിവസം ഭയങ്കരമായിട്ട് നമ്മൾ സിൽവറിനും ഗോൾഡിനും ഒക്കെ ഭയങ്കരമായിട്ട് ഓൾ ടൈം ഹൈന്ന് താഴത്തേക്ക് പോയൊരു ദിവസം ഉണ്ടായിരുന്നു. ആ അതെ അതെ, ദിവസം യെസ്. എനിക്ക് 1 ലാഖാണ് എനിക്ക് അതിനകത്ത് താഴെ പോയത്. അപ്പോ ആ ഒരു ഇതിൽ നിന്ന് ഇത് സ്കില്ല് എങ്ങനെയെങ്കിലും നമ്മൾ പഠിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല സാധനത്തിലും കയറിയിട്ട് ഇങ്ങനെ എൻക്വയറി ഇട്ടിട്ട് അവിടുന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇറങ്ങി. ഐ മീൻ എന്റെ ആ ഒരു മെന്റലി അതെല്ലാം ഇറങ്ങി. പക്ഷെ ഒരുപാട് കോൾസും ഒരുപാട് മെസ്സേജസും വന്നു ജോയിൻ ചെയ്യാനും, അല്ലെങ്കിൽ അപ്പം ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന്. അപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ ഒരു മെന്റർ ജസ്റ്റ് ഒരു 3 days ജോയിൻ ചെയ്യൂ എന്ന്, അപ്പൊ ഫോറക്സ് എനിക്ക് പറ്റാത്തൊരു സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ 3 days കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു ഇതിനകത്ത് ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോഴും ഞാൻ ലൈവിൽ ഇറങ്ങണത് ഒരു വിദൂര സ്വപ്നമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഡെമോയിൽ കളിച്ചപ്പോ ഡെമോയിൽ ഒരു ആദ്യത്തെ 5,000 നമ്മൾ മൊത്തത്തിൽ കളഞ്ഞു. പിന്നെ രണ്ടാമത് ഇട്ടു. അങ്ങനെ ലൈവില് മാഷ് പറഞ്ഞത് അനുസരിച്ചിട്ട് നമ്മൾ ലൈവില് പതുക്കെ പതുക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റില് ഒരു $30 ഡെയിലി നമുക്ക് എടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പൊ 27 ഒക്കെ എത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ 30 ആക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ 10ലേക്കും 12ലേക്കൊക്കെ വരാറുണ്ട്.
അപ്പൊ അതൊരു പ്രഷർ അല്ലെങ്കിൽ നമുക്കൊരു അപ്പം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് മാക്സിമം 1-2 മണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും ഇതിന്റെ ഒരു പോസിറ്റീവ് വശം കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു $30 അല്ലെങ്കിൽ $20 നമ്മളിപ്പോ ഒരു $1000 വെച്ചിട്ട് തുടങ്ങുന്ന ഒരാള് $20 ഡെയിലി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 ഡേയ്സ് നമുക്ക് കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് $400 നമുക്ക് മന്ത്ലി റിസീവ് ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് 40,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. ഒരു ഡീസെന്റ് ഫാമിലിക്ക് അവരുടെ ഒരു മാസത്തെ ഫുൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് അത്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മള് ഒരു $1000 വെച്ചിട്ട് അത്രയും എമൗണ്ട് മന്ത്ലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാഷി പറഞ്ഞ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $10 $20 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. അത് അതെ. നമ്മളിപ്പോ എന്താ ഞാനിപ്പോ ജുനൈദ് ഭായി, ഞാൻ എപ്പോഴും പറയാനുള്ളത്, എനിക്ക് പ്രോഫിറ്റ് കൂടുതൽ എടുത്ത് ഞാൻ ഫസ്റ്റ് എപ്പോഴും നിങ്ങളോട് പറയില്ല, അത് നിങ്ങൾ വാഷ് ഔട്ട് ആക്കി പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ട് ആ ഫീലിംഗ് കൊള്ളണം എന്ന് പറയുന്നതിന്റെ സൈക്കോളജി പലർക്കും അത് പിന്നീടാ കത്താറുള്ളത്. അതെ 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 അതെ. ഞാൻ ഫസ്റ്റ് ട്രേഡ് ലൈവിൽ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ട്രേഡ് ചോര കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോ ഞാൻ അപ്പൊ തന്നെ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ കുഴപ്പമില്ല, രക്തം കണ്ടത് നന്നായി, നമുക്കത് ലാഭത്തിലാക്കാം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് 2-3 പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും സമയം ഒരുപാട് ഇതിനകത്ത് ചെലവഴിക്കാൻ പാടില്ല. അതായത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഇന്ത്യയിൽ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ലാസ് പണ്ട് അറ്റൻഡ് ചെയ്തായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും തുടങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് എന്റെ 50,000 വാഷ് ഔട്ട് ആയി പോയിട്ട് അതിനുശേഷം ഞാൻ ഒരിക്കലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ട്രേഡിങ്ങിന് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് സക്സസ്, അതായത് നമുക്ക് ഒരുപാട് കാലം ഇവിടെ നിലനിൽക്കാനും ഇതിൽ നിന്നും ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ്. അപ്പോ ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഫീസും മേടിച്ചിട്ട് മിണ്ടാതെ കോഴ്സും എങ്ങനെയെങ്കിലും ടെക്നിക്കൽ തീർത്ത് പോകുന്ന ഒരു രീതിയല്ല കാണുന്നത്. രാവിലെ നമ്മളെ ഒരു നോർമൽ ഡെമോയിലുള്ള മെന്റർ വിളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. ഉച്ചയ്ക്ക് നമ്മളെ ലൈവിലെ മെന്റർ വിളിച്ചിട്ട് ന്യൂസ് ഉണ്ട് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഹിസ്റ്ററി അയക്കാൻ പറയുന്നു. വൈകുന്നേരം വിളിച്ചിട്ട് മറ്റേ മൈൻഡ്ഫുൾ ട്രെയിനർ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ട് നമ്മളോട് പറയുന്നു. അപ്പൊ നമ്മളത്രയും കെയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത് വളരെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളൊരു പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക്, കാരണം നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സ്കാറ്റേർഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ബെറ്റർ ഒരു ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു മെന്റൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഇപ്പൊ ഒരുപാട് ഇതൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ ഈ ഫിനാൻഷ്യലി ഉള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുക, ഒരിക്കലും വലിയ കാര്യങ്ങൾ ചിന്തിക്കാതെ ചെറിയ കാര്യങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മെന്റലി അതല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. $10 എടുക്കൂ, $20 എടുക്കൂ, സ്റ്റോപ്പ് ലോസ് വെക്കണം, TP. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ലോട്ട് സൈസ് കൂട്ടിയവൻ ലോട്ട് സൈസ് കൂട്ടിയിട്ട് തന്നെ പോകുന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് നമ്മളെ ബിൽഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരും തന്നെയാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഞാൻ ഇതിനകത്ത് ഒരാളായിട്ടും പേഴ്സണൽ ബന്ധമില്ല, ഒരാളായിട്ടും പേഴ്സണലി എനിക്ക് ഇതിനു മുന്നേ ഒരു ടച്ചും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു, അതിനകത്ത് വന്നൊരു വാട്സാപ്പ് മെസ്സേജ്, അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു ഇതിൽ നിന്നും തുടങ്ങിയതാണ് ഈ ഒരു ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഒരു ഫോറക്സിന്റെ ഒക്കെ എന്റെ ഒരു തുടക്കം. അപ്പോ ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ വളരെ ജുനൈദ് ഭായി, ഹാപ്പിയാണ്. അതേപോലെ മൈൻഡ്ഫുൾ പിന്നെ സെൽഫ് അനാലിസിസ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പലരും എന്താ പറയില്ല, ഇപ്പം ചിലപ്പോൾ അതെന്താണ് ഒരു 5 മിനിറ്റ് എന്തിനാണ്, അല്ലെ അവരിപ്പം റിപ്പീറ്റഡ് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് എന്തിനാണ് ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൈൻഡ്ഫുൾ ടൂൾസിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നവർക്ക് പിന്നെ അതിന്റെ ചിലപ്പോൾ ട്രേഡിങ്ങിനേക്കാൾ അപ്പുറത്തെ സംഗതികളെ ചിലപ്പോൾ നമുക്ക് മൈൻഡ്ഫുൾ ടൂൾസ് ഒന്ന് കിട്ടാൻ പോകുന്നത്. തുടക്കത്തിൽ എനിക്ക് തോന്നി ഇത് എന്തൊരു കൂത്താന്ന് തോന്നി. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് തോന്നി ഇത് എന്തൊരു പരിപാടിയാണ് ഇത് ഇങ്ങനെ ഐ ലവ് യു ഐ എം സോറി എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തിരിയേണ്ടവർക്ക് തിരിയും അത് എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും.
ഞാന് ഒരുപാട് സമയം നമ്മൾ ഈ റീൽസിലും ഇതിലൊക്കെ സമയം ചെലവഴിച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ എസ്പെഷ്യലി കൊറോണയ്ക്ക് ശേഷം അങ്ങനെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് ഈ ഒരു സമയത്ത് വരുമ്പോൾ നമ്മൾ പതുക്കെ 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 മാറാൻ തുടങ്ങും. അപ്പൊ എന്റെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള എന്റെ ജിമ്മ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, വായനയിൽ ഭയങ്കര സ്ലോ ആണെന്നുണ്ടെങ്കിലും വായിക്കാനും പുസ്തകം എടുക്കാനൊക്കെ ഒരു തോന്നി തുടങ്ങി. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, പുറത്തു പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം ഒരു പോസിറ്റീവ്. അപ്പൊ ഇത് മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതിൽ നിന്നും തോറ്റ് പിന്മാറി, ഈവൻ കുറച്ച് ലോസ് വന്നാലും തോറ്റ് പിന്മാറി ഓടാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. എന്ത് ലോസ് വന്നു കഴിഞ്ഞാലും ഇതും നമ്മൾ കടന്നു പോകും, ഇതും നമ്മൾ മറികടക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ റോം എന്നിട്ടുള്ള ഒരു സാമ്രാജ്യം ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഹിരോഷിമയും നാഗസാക്കിയും നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് തവിട് പൊടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസ്ഥ, ഒരു സാഹചര്യം തന്ന വെരി മാഷിന് ഗുഡ്, വെരി താങ്ക് യു. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നല്ല ടോപ്പിക്. അതായത് സക്സസിനെ എങ്ങനെ നിർവചിക്കണം. അപ്പൊ പലരും ട്രേഡിങ്ങിലെ സക്സസ് വിചാരിച്ചു വെച്ചിരിക്കണത്, ഞാനിപ്പോ അത് പൊളിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ്. അതായത് നമ്മൾ കുറെ പ്രോഫിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മൾ പിന്നെ മില്യണർ ആവാന്നുള്ള കോൺസെപ്റ്റ് ഒക്കെയാണ് പലരും വെച്ച്. ഞാനത് പബ്ലിക്കലി എപ്പോഴും പൊളിച്ചെടുക്കാറുണ്ട്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളൊരു $5,000 വിട്ട് ലൈവ് ചെയ്യുന്ന ഒരാൾ, $3,000 ലൈവിൽ ഇട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് നമ്മൾ $30 കിട്ടിയിട്ട് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാർക്കറ്റ് എപ്പെങ്കിലും നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെ മാർക്കറ്റിന്റെ എന്റെ സ്വഭാവം കൊണ്ട് മാത്രമല്ല, നമുക്ക് ഡെമോയിലാണെങ്കിൽ റിയലിലാണെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവാം. അല്ലാതെ മാർക്കറ്റ് എപ്പെങ്കിലും നമ്മളോട് ഇതാക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരിക്കലും മാർക്കറ്റ് എന്താവില്ല. മാർക്കറ്റ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയ, നമ്മളൊക്കെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന, ഞാനൊക്കെ പിന്നെ നമ്മളൊരു വൈഫിനെ എങ്ങനെയാണോ മാർക്കറ്റിനെ സ്നേഹിക്കുക, പിന്നെ അതുപോലെ ഒരു അങ്ങനെ പിന്നെ സ്നേഹത്തോടു കൂടി നിങ്ങൾ പിന്നെ ഗോൾഡിനെ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലയെ കണ്ടു നോക്കിയാൽ നമുക്ക് അത് കിട്ടുന്ന ഇമ്പാക്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് എന്നും അടിപൊളിയാണ്. നമ്മളിവിടെ നമ്മളെ സ്വഭാവമാണെന്ത്, നമ്മളെ സ്വഭാവ ദൂഷ്യങ്ങളാണ് നമുക്കിവിടെ പ്രശ്നം. ഒബ്വിയസ്ലി ഇപ്പൊ എനിക്ക് തോന്നുന്നു 49th ബാച്ച് ഒക്കെ ഇവിടെ ഉണ്ട്, അവരൊന്നും റൂളിലോട്ടൊക്കെ എത്തിയിട്ടില്ല. റൂള് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ നമുക്ക് ലോസ് വരുന്ന എല്ലാ ലൂപ്പ് ഹോൾസും നമുക്കറിയാം, ജുനൈദ് ഭായി, അല്ലെ? അതായത് നമ്മൾ അറിയാതെ ഒരു നഷ്ടം പോലും നമുക്ക് വരില്ല. അതെ അതെ അതെ, ഞാൻ 0.01 സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അത്രയും മതി. അത്രയും അതെ, ചെയ്തിട്ട് അത്രയും വൃത്തിയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. 0.01 നമുക്ക് ഒരു $20 $30 രാവിലെ താഴേക്ക് പോയാലും നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് തിരിച്ചു അതെ, വരും. നമുക്കൊരു 10 15 $20 എടുത്തിട്ട് പുറത്ത് കടക്കാനും ഈസി ആയിട്ട് പറ്റും. നമ്മൾക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഉണ്ടായാൽ മതി. അതായത് 9 ആളുടെ ക്ഷമയും ഒരാളുടെ ബുദ്ധിയും മതി ഈ സംഭവം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ കാത്തിരുന്ന് അല്ലെങ്കിൽ നോക്കി അത് ചില ആൾക്കാർക്ക് പല പല സ്ട്രാറ്റജീസ് ആണ്. ചില ആൾക്കാർ പറയും ഞാൻ ആഴ്ചയിൽ 2 ട്രേഡ് അല്ലെങ്കിൽ 3 ട്രേഡേ ചെയ്യുള്ളൂ. ചില ആൾക്കാർ പറയും ഞാനൊരു 1 അവർ ഇരുന്നിട്ട് 10 20 30 ഉണ്ടാക്കിയിട്ട് ഞാൻ സ്കാൽപ്പിംഗ് മെത്തേഡിൽ ചെയ്തിട്ട് പോകും. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു $30 അല്ലെങ്കിൽ $100 ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, അത് നമ്മളെ തന്നെ നശിപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരിയർ നശിപ്പിക്കും, ഫാമിലി ലൈഫ് നശിപ്പിക്കും. ഒരു 3-4 എനിക്കൊരു സംഭവം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വ്യാഴാഴ്ച, അതായത് നമ്മൾ ദുഃഖവെള്ളിയുടെ തലേ ദിവസം എന്റെ ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാഷ് പറഞ്ഞു, നമ്മളെ ലൈവിലെ മാഷ് പറഞ്ഞു ഇന്ന് ട്രേഡ് ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ്, ഇനി ട്രേഡ് ചെയ്യരുത്. അതായത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, രാത്രിയാണ് പറയുന്നത് ദുഃഖവെള്ളിയാണെന്നുള്ളത്. അപ്പോ നോർമലി ഉച്ച കഴിഞ്ഞപ്പോൾ ട്രേഡ് കഴിഞ്ഞു, ഞാൻ നിർത്തി. ഞാൻ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി. അന്ന് രാത്രി ഒരു ഫ്രണ്ട്, തൊട്ടപ്പുറത്തെ റൂമിലെ ഫ്രണ്ട് ഒരു സജഷൻ പറഞ്ഞു, ദേ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടാ നമ്മളെ ഗ്രൂപ്പിൽ, ഇതൊന്ന് മേടിച്ചു നോക്കി. അപ്പൊ എന്റെ ട്രേഡ് ഇന്നത്തെ കഴിഞ്ഞു, എന്നാലും നോക്കി നോക്കുന്നതാണ്. അപ്പൊ നമ്മളെ മനസ്സ് ഓക്കെ, ഇവര് അത്രയും പറയുന്നല്ലേ. അപ്പൊ ഞാൻ 0.01 ഒരു ബൈ ഇട്ടിട്ട് ഞാൻ കിടന്നു. എന്തായാലും നാളെ ഇനിയിപ്പം TP അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുന്നു $10 $20 $30 ഒക്കെ ഇങ്ങനെ പ്രോഫിറ്റിൽ കാണുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്തു. അങ്ങനെ 2 മണിയാകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു.
അങ്ങനെ ഞാൻ അലാം വെച്ചിട്ട് എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല. പിന്നെയാണ് പിടികിട്ടിയത് ദുഃഖവെള്ളിയാണ് മാർക്കറ്റ് ക്ലോസ് ആയി എന്നുള്ളത്. ആ 3 ദിവസം ഐ മീൻ വെള്ളി, ശനി, ഞായർ അത്രയും ടെൻഷനും, നമുക്കൊരു എൻജോയ്മെന്റ് ഇല്ല, നമ്മളുടെ മൊത്തത്തിൽ മൂഡ് നമ്മള് പോയി, പൈസ ഒരാളോട് കൊടുത്തിട്ട് സംസാരിക്കാൻ പറ്റില്ല. ടെൻഷൻ വാങ്ങാന്നുള്ള ഒരു അവസ്ഥയിലെത്തി അല്ലെ? അതെ അതെ അതെ. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് മൺഡേ മോർണിംഗ് 2 മണിയാകുമ്പോൾ ഞാൻ അലാം വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ TP അടിച്ചിട്ട് ഈ സാധനം തിരിച്ചു മുകളിൽ കയറിപ്പോയി. അപ്പൊ ലാഭം ഉണ്ടായിരുന്ന ഒരു ട്രേഡിനെ നമ്മൾ TP അടിപ്പിച്ചിട്ട് മുകളിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള, ഒന്ന് ലാഭം പോയത്, മറ്റൊന്ന് TP അടിച്ചത്. 2 തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടായത്. SL മൊത്തത്തിലൊരു അടിച്ചത് അല്ലെ? ഡിസപ്പോയിന്റ്. അതെ അതെ അതെ. സോറി SL അടിച്ചിട്ട് ആ. നമ്മളെ പ്രോഫിറ്റും പോയി, SL അടിച്ചിട്ട് അത് SL ഉം. കറക്റ്റ് SL വന്ന് നമ്മളാരോ നോക്കിയിരുന്ന് വാച്ച് ചെയ്തിട്ട് നമ്മളുടെ SL കൊടുന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു മുകളിൽ കയറി എന്നുള്ളതാ. അതെ അതെ. യെസ്. അപ്പൊ എനിക്ക് ജുനൈദ് ഭായിയുടെ എപ്പോഴും, പിന്നെ എനിക്ക് ഞങ്ങളെ ഈ ഒരു ബാച്ച്, അതായത് 46 ബാച്ചിലാണ്. അപ്പൊ ഭയങ്കര ഒരു പിന്നെ ഒരു ഒരു പിന്നെ നമ്മളിപ്പോ നല്ല നല്ല മനസ്സുണ്ടായിരിക്കുക ട്രേഡിങ്. അതായത് നമ്മളെ ട്രേഡിങ്ങിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകൾ എപ്പോഴും നമുക്ക് ഇതുണ്ടായിരിക്കണം, അതിന് ബ്യൂട്ടിഫുൾ മാനങ്ങൾ കണ്ടെത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറില്ല, ഇപ്പൊ നമ്മളെ റൂൾസിൽ നമ്മൾ പറയാറുണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന്. അതായത് ട്രേഡിങ്ങിന്റെ എമൗണ്ട് നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ജുനൈദ് ഭായിയൊക്കെ പിന്നെ ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്തപ്പോ അതിന്റെ ഒരു ഫീലിങ്സ് വേറെ തന്നെയായിരുന്നു അല്ലെ, ഫസ്റ്റ് വിഡ്രോവലിന്റെ? അതെ അതെ അതെ. ഞാൻ ഫസ്റ്റ് വിഡ്രോവൽ അടിച്ചിട്ട് ഉമ്മാക്ക് കുറച്ച് പൈസ അയച്ചു കൊടുത്തു. അതെ, നോർമലി കൊടുക്കുന്നേക്കാളും കുറച്ച് പൈസ അയച്ചു കൊടുത്തു. വൈഫിന് പറയാതെ അയച്ചു കൊടുത്തു. അപ്പോൾ അവള് ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കൊള്ളാലോ, ഞാൻ എന്നാ അടുത്ത വിഡ്രോവലും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് അടുത്ത വിഡ്രോവൽ ആവുമ്പോ ഞാൻ പറയാ എന്ന് പറയും ചെയ്തിട്ട് അതങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിന് പുറത്തു പിന്നില് പോയിട്ട് നമുക്ക് സ്പെൻഡ് പറ. ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു അതുപോലെ തന്നെ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോഴേ പുറത്തു പോയിട്ട് ഭയങ്കര അതെ, ഹാപ്പി ആയിട്ട് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് മേടിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഈ വൈഫിനെ കൊടുക്കുന്നതിൽ വലിയ സൈക്കോളജി ഉണ്ട് കേട്ടോ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഫോൺ നോക്കിയിരുന്നാലും ആള് വലിയ പ്രശ്നമാക്കാൻ വരില്ല. അതെ അതെ അതെ. അതൊരു പിന്നെ ഇത് കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച് ജുനൈദ് ഭായി. നെക്സ്റ്റ് വീക്കും അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇവിടെ ഓവർ കോൺഫിഡന്റ്, ഞാൻ പറയില്ല, ഞാൻ ചിലപ്പോൾ എന്നോട് പറയാണ്ട് എന്തിനാണ് ഈ 10ാം ക്ലാസ്സുകാരനെ പോലെ തന്നെ പൊട്ടനായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം അതിന്റെ പിന്നിലൊരു എല്ലാത്തിനും നമ്മൾ ഇവിടെ പറഞ്ഞ ഓരോ വേർഡ്സിനും പിന്നിലെ സൈക്കോളജി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ സീറോ നോളജിൽ ഇരിക്കണം, മറ്റുള്ളവരെ നമ്മൾ പിന്നെ വിശ്വസിക്കരുത്, അതുപോലെ തന്നെ ഡെമോയിൽ നമ്മൾ ഫെയിലർ ആക്കി പഠിക്കണം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ഫീലിങ്സ് മൈൻഡിൽ കൊടുക്കാൻ പറ്റും എല്ലാത്തിനും. അതായത് നമ്മൾ പിന്നെ ലൈവിലോട്ടേക്ക് ഇറങ്ങുന്നതിന് മുന്നേ, അതായത് റൂളിന് മുന്നേ നമ്മളെല്ലാം അല്ലെ റൂളോട് കൂടി നമ്മളെന്താണ്ട് നമ്മളൊരു 80% ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ പലപ്പോഴും ചില സ്റ്റുഡൻസ് ഒക്കെ എന്നോട് പിന്നെ ചെറിയ നഷ്ടമൊക്കെ വന്ന് എന്നോട് പറയാൻ പേടിയാ, സാർ എന്താ വിചാരിക്കുക എന്നുള്ളത്. കാരണം 2 ഫീസും തന്നിട്ടുണ്ടാവും. എന്നിട്ടും കാരണം നമ്മളൊരു ഇമോഷണലി എല്ലാ അക്കാദമീസിന്റെ കമന്റ് ബോക്സ് ഓഫാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും പബ്ലിക്കായി വന്നിട്ട് എന്താക്കാൻ പറ്റണില്ല. പിന്നെ ഇതുപോലെ പഴയ സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് പറയാൻ പറ്റാത്തതിന്റെ പിന്നിൽ വെച്ചാൽ അവരൊക്കെ കോഴ്സ് ആണ് സെല്ല് ചെയ്യപ്പെടുന്നത്. നമ്മളിവിടെ പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ പലരും, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ജുനൈദ് ഭായി ഒക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞത് അതായത് സെക്കൻഡ് ഫീസ് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിട്ട് തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ജുനൈദ് ഭായി ഞാൻ ലൈവിൽ കുറച്ച് ഇറങ്ങാൻ ഡിലേ ആവുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സർവീസ് എനിക്ക് ഓക്കെ ആയപ്പോൾ ഫീസ് സെക്കൻഡ് ഫീസ് ഒക്കെ പിന്നെ ലൈവില് പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ തന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നമ്മള് നിങ്ങൾ എപ്പോഴും പറയാനുള്ളത് പിന്നെ നിങ്ങളെ സക്സസ് ആണ് എന്താവുന്നത്. കാരണം നിങ്ങളെ പിന്നെ ഓരോരുത്തരും ഇവിടെ ഓരോ സ്വപ്നങ്ങളാണ്. ചിലപ്പം പിന്നെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയിൽ ആ സ്വപ്നത്തിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ നമ്മൾ ഏറ്റവും, ഇപ്പൊ ഞാനൊക്കെ ഹാപ്പി ആവണത്, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ എന്റെ വൈഫ് ലാസ്റ്റ് വീക്ക് ഡെലിവറി കഴിഞ്ഞപ്പോ എത്ര പേരാ സ്റ്റുഡൻസ് ആണ് ചോദിക്കുന്നത് എന്താ ഹാപ്പി അല്ലേ, ഓക്കെ അല്ലേ. പിന്നെ ഒരുപാട് സന്തോഷത്തിന്റെ മുഖങ്ങൾ കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ ഒരുപാട് പിന്നെ നമുക്ക് ലേഡി സ്റ്റുഡൻസ് വന്നിട്ട് എന്റെ ലൈഫില് സാർ ഞാൻ ആദ്യമായിട്ടാണ് ഇൻകം സോഴ്സ് ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ, സോ ഞാൻ അതിലൊക്കെ പ്രൗഡ് കൊള്ളാറുണ്ട്. അതായത് നമ്മൾ എത്ര പ്രോഫിറ്റ് എടുത്തതിനേക്കാളും കൂടുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്കില്ല് കൊണ്ട് മറ്റൊരാളത് ഇൻകം ജനറേറ്റ്, ഇപ്പം ആളുടെ ഉമ്മാക്ക് അയക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഗിഫ്റ്റ് വാങ്ങുന്നു, എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് എല്ലാവർക്കും ഉള്ള സക്സസ് ഫോർമുല ഇവിടെ ഉണ്ട്. നമ്മൾ അത് ഫെയിൽ ആവാതിരിക്കാനുള്ള എല്ലാ ടൂൾസും നമ്മൾ 100%
തരണമുണ്ട്. അത് നിങ്ങൾ എന്തായാൽ മതി, നിങ്ങൾ അതിനെ ഭംഗിയിൽ കൊണ്ടുപോകാൻ മാത്രം കൊണ്ടുപോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടായാൽ മാത്രം. മനസ്സ് മോശം വരുമ്പോഴും നമ്മൾ എന്തുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിന് വിഷയം വരുമ്പോഴും അത് ക്ലിയർ ഔട്ട് ആക്കാനുള്ള ടീംസ് ഇവിടെ ഓൾറെഡി, നമ്മൾ പറയാം മൈൻഡ്ഫുൾ ട്രേഡിംഗ് കോൺസെപ്റ്റ് ആണ് ഇത്. ലോകത്തെന്തില്ല ഒരാളും പറയണില്ല. എല്ലാവരും നിങ്ങൾ എവിടെ പോയാലും കുറെ ചാർട്ടും കാര്യങ്ങളും മറ്റുമൊക്കെ പോയിട്ട് അങ്ങനെ നിങ്ങളെ ടെക്നിക്കലി അല്ലെ മെത്തേഡ് വൈസ് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ റിയാലിറ്റിയിലാണ് നമ്മൾ എന്താണത് നമ്മൾ കൊണ്ടുപോകുന്നത് ഒക്കെ. അത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിയാണ്. 80% വർക്ക്ഔട്ട് ആവും. ആ സൈക്കോളജിയുടെ എല്ലാ വശങ്ങളും നമ്മൾ എന്താണ്ട് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഫിറോസ് ഭായി കൂടി ഉണ്ട്. ഫിറോസ് ഭായി ഓടിപ്പെടാൻ പറ്റുമോ? ഫിറോസ് ഭായും 46 ബാച്ച് ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വിഡ്രോവലും ഫീലിംഗ് ഒക്കെ? ഫസ്റ്റ് അത് അല്ലല്ലേ, 2 തന്നെ കഴിഞ്ഞല്ലേ? അതെ. നല്ല ഒരു സന്തോഷം തന്നെ ആയിരുന്നു. ഞാനിതിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് വന്നതാണ്. പക്ഷെ കയറുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് കണ്ടിന്യൂ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ വന്ന് ക്ലാസ് കേട്ടപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അതങ്ങനെ ഇതിലേക്ക് ഇങ്ങോട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി. പിന്നെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതൊരു രസമായി തോന്നി. സാറിന് ഞാൻ പിന്നെ എല്ലാതും ഞാൻ വിട്ടുതരലില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലായിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ചില ദിവസം ചെറിയ ചെറിയ ലോസുകൾ ഉണ്ടെങ്കിൽ പോലും ഫുള്ള് പ്രോഫിറ്റിലായിട്ടാണ് അന്നത്തെ ഡേ പോകുക. ഏകദേശം ഒരു 40, 20, 25 ആ റേഞ്ചിൽ, ഏകദേശം 50 ആ റേഞ്ചിലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നല്ല സന്തോഷത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഇതിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, ഓക്കെ. ഇതുപോലെ തന്നെ ഇനിയും പോട്ടെ. അതായത് നമ്മൾ എത്ര പ്രോഫിറ്റ് എടുത്താലും നമ്മൾ അഹങ്കരിക്കരുത്, ഓവർ കോൺഫിഡന്റ് അതെ ആവരുത്. അതെ നമ്മൾ എന്നും അതെ അതെ പഠിച്ചുകൊണ്ടിരിക്കണം. അതെ അത് 0.01 ഇടുമ്പോൾ തന്നെയാണ് മാക്സിമം അതെ ഞാൻ 0.2 ഇപ്പൊ ഇടുന്നത്. കാരണം കഴിഞ്ഞാൽ എന്റെ ക്യാപിറ്റൽ ഒന്ന് കൂട്ടിയോണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് അത്ര തന്നെ മാക്സിമം എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ടെക്നിക്കൽ ക്ലാസ്സും കൂടി ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഞാനൊന്ന് അതെ. ഫുള്ളായിട്ട് കവറായിട്ട് വന്നത്. കാരണം ഓരോരോ യെസ് ക്ലാസ് യെസ് യെസ്. നമ്മളെ ടെക്നിക്കൽ ക്ലാസ്സിന്റെ ഇത് ഭയങ്കര പ്രാധാന്യം തന്നെയാണ്. ആ ഒരു ഇത് കയറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രോഫിറ്റിലായി കൊണ്ട് വന്നിട്ടുള്ളത് മാക്സിമം. അപ്പൊ ഇനിയും ബ്യൂട്ടിഫുൾ കുറച്ചും ആവട്ടെ. കൂടി ആവാനുണ്ട്. അത് അതെ നന്നായി തന്നെയുണ്ട് അതിൽ. അതെ. അതായത് നമുക്കിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം പിന്നെ അതായത് നമ്മള് എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിനെ കാണേണ്ടത്, നമ്മള് ഇപ്പൊ ലൈവിലുള്ളവർക്ക് നാളെ മുതൽ ഒരു യെസ് ഓക്കെ, ലൈവിലുള്ളവർക്കൊക്കെ നാളെ മുതൽ ഒരു പുതിയ ലൈവ് മെന്റേഴ്സ് എന്നാൽ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും പിന്നെ ലൈവിലുള്ളവർക്കൊക്കെ ലൈവ് മെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു പുതിയ സെഗ്മെന്റ്, അതായത് നമ്മളെ ഒന്നും കൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ നിങ്ങൾക്കൊരു പിന്നെ നിങ്ങളെ അന്നത്തെ ഇക്വിറ്റി, അന്നത്തെ ലോസ് ടാർഗറ്റ്, പ്രോഫിറ്റ് ടാർഗറ്റ്, ഇത് അയച്ചൊരു സാധനം നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് വരും. അത് ഫില്ല് ചെയ്തിട്ട് മോർണിംഗ് ട്രേഡിന് മുന്നേ ഇങ്ങോട്ട് അയക്കണം. പലർക്കും ഇപ്പൊ പറ്റണ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പ്രോഫിറ്റ്, നമുക്കിപ്പം ലോസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇപ്പൊ ലോസ് വന്നു കഴിഞ്ഞാൽ ഞാനെപ്പോഴും സന്തോഷം എന്ന് പറയില്ല. അതായത് ലോസ് കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സക്സസ് അപ്പൊ പെട്ടെന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ ഇറങ്ങി വരാനാണ് നമുക്ക് ഏറ്റവും മടി. അതായത് രാവിലെ ഇനഫ് പ്രോഫിറ്റ് ആയിട്ട് ചിലപ്പോൾ $5000 ഇട്ട ഒരാൾക്ക് $50-60 ആയാലും വീണ്ടും ഈവനിങ് വന്നിട്ട് എന്നിട്ടാവും അത് വീണ്ടും എടുക്കണം എന്നുള്ള മൈൻഡ് കൊണ്ടാണ് പലർക്കും എന്താവുന്നത്, ആ രാവിലെ എടുത്തത് കൂടി നമ്മൾ ചിലപ്പം ഈവനിങ് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തും. അപ്പൊ അത് ക്ലിയർ ഔട്ട് ചെയ്യാനുള്ള പിന്നെ സംഗതി ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ എന്റെ വജ്രാസ്തങ്ങളുടെ മുഴുവനും സഞ്ചരിച്ചു നോക്കി, എന്നിട്ട് എന്താവുന്നില്ല, എനിക്ക് അതിനുള്ള ആൻസേഴ്സ് കിട്ടണില്ല. അതായത് പ്രോഫിറ്റ് അയക്കാനാൽ എങ്ങനെ നിർത്തി വരാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്കും കൂടി അത് വിട്ടുതരാണ്. അത് നമ്മൾ ഇനഫ് പ്രോഫിറ്റ് അയക്കാനാൽ അത് ഏത് ടൈപ്പ് ഓഫ് മാനസികാവസ്ഥയാന്നുള്ളത് ഇപ്പോൾ ഇവിടെ അഞ്ജല മാമൊക്കെ ഉണ്ട്. അഞ്ജല മാമൊക്കെ മൈൻഡിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അഞ്ജല മാം എന്താണ് പിന്നെ ആഫ്റ്റർ കുറച്ച് റെസ്റ്റിന് ശേഷം എന്താണ് പിന്നെ സെൽഫ് അനാലിസിസ് ടൂള് കൊണ്ടുപോകാനൊക്കെ ഉള്ള റെഡിയിൽ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാം യെസ്, മാം റെസ്റ്റിലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മാമിന്റെ സെഗ്മെന്റുകൾ, അത് മാം ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ്. അതേപോലെ തന്നെ നമ്മളെ മൈൻഡ് ട്രേഡിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്ന മാനസിക വിഷയങ്ങൾക്ക് എപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കണം, മൈൻഡ് ആണല്ലോ എപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അവിടെ കൺട്രോൾ കിട്ടുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പം കുറെ പേര് ലൈവിൽ ഇറങ്ങാനുള്ളവരുണ്ട്. അപ്പൊ അവരോടൊക്കെ എപ്പോഴുള്ള സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ നമ്മള് പിന്നെ ഒരു ചെറിയ ക്യാപിറ്റലിൽ വലിയ പ്രോഫിറ്റ് എടുക്കാനുള്ള മാനസികാവസ്ഥയിൽ വരരുത്. അങ്ങനെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനഫ് ക്യാപിറ്റൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ലോട്ട് പരമാവധി കുറക്കാം. ദെൻ അതിൽ കിട്ടുന്ന ആ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ പിന്നെ വീക്കെൻഡിൽ നമ്മൾ വിഡ്രോ അടിച്ച് പിന്നെ
അങ്ങനെ പോകുന്ന ഒരു മെത്തേഡിലോട്ടേക്ക് നമ്മൾ, അതായത് നമ്മളെപ്പോഴും പിന്നെ ഇന്ന് വന്ന് നാളെ സക്സസ് ആവുന്നുള്ള കോൺസെപ്റ്റ് അല്ല. അതായത് നമ്മളെ ചിലപ്പം പിന്നെ അല്ലെങ്കിൽ ഞാനൊരു $1000 ഇട്ട് നോക്കിയിട്ട് നോക്കുക എന്നുള്ള കൺസെപ്റ്റ്, അതായത് നോക്കുക എന്നുള്ള നമ്മൾ ഇപ്പോൾ ഇതിന് ബിലീഫ് ഇല്ല എന്ന്. അതായത് നമുക്ക് പറ്റുന്ന ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഒരു ദിവസം വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ എന്താക്കേണ്ടത്. നിങ്ങൾക്കിപ്പം പിന്നെ ഒരു ദിവസം പിന്നെ ഇത്ര കിട്ടണം എന്നുള്ള ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം എനിക്ക് എന്താണ്, ഒരു 100 ദിർഹംസ് ഡെയിലി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് വേണം. ആ 100 ദിർഹംസ് പറഞ്ഞാൽ $30 ആണ്. ഓക്കെ, അല്ല സോറി, 100 ദിർഹംസ് പറയുമ്പോൾ $30 ആണ്. $30 കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾ 3000 ഇറങ്ങി 1% എടുക്കുന്ന 0.01ന്റെ മെത്തേഡിലോട്ടേക്ക് വരുമ്പോൾ എന്തായി, നമ്മൾ അവിടെ സേഫ് ആയി. ഇപ്പൊ പിന്നെ നമ്മളൊരു പ്ലാൻ ഇല്ലാതെ എന്തെങ്കിലും വന്ന് ട്രേഡ് ചെയ്ത് പോകാന്നുള്ളത്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഭയങ്കര പ്രോഫിറ്റ് എടുക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ ടെൻഷൻ അടിക്കുന്നു, പിന്നെ വീണ്ടും അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്നു. അങ്ങനെയല്ല, നമ്മളെപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റും. കാരണം എല്ലാ വീക്കിലും നമുക്ക് ഇതുപോലെ ഇപ്പം ഇവരൊക്കെ സക്സസും ഇതൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ പറ്റേണ്ടത്, അത് നമ്മൾ പിന്നെ ട്രേഡിംഗ് എന്നുള്ള ഒരിക്കലും അവസാനിക്കാത്തൊരു മേഖല. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് വന്നാലും ഞാൻ ഇത് തന്നെ റിപ്പീറ്റഡ്ലി പറയാം. ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാം, അത് വെക്കാം, ഇത് വെക്കാം, പിന്നെ റൂള് പിന്നെ ബ്രേക്ക് ചെയ്യരുത്. കാരണം ഇത് റിപ്പീറ്റഡ്ലി പറഞ്ഞ കാരണം മൈൻഡിലോട്ടേക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തുണ്ടായിരിക്കും, ഇത് പതിയണം. അതില് നമ്മൾ എന്തുണ്ടായിരിക്കണം, അതിൽ ഇപ്പം ലൈവ് മെന്റേഴ്സിനെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലൈവിൽ ഇറങ്ങി പ്രോഫിറ്റ് എടുത്ത് പോയാൽ നിങ്ങൾ അങ്ങ് വിട്ടാൽ മതി. നമുക്ക് ഇപ്പം ജുനേദ് ഭായിക്ക് പറഞ്ഞ പോലെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു ബേബിനെ പോലെ കൊണ്ടുപോകുന്നുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ഒരു പിന്നെ ലക്ഷ്യത്തോടു കൂടി, അല്ലെ ഞാനൊക്കെ തുടക്കത്തിൽ ഡ്രീം ഒക്കെ വെപ്പിക്കും, അതിലേക്കുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എത്ര സർവീസ് എന്നല്ല, ചിലപ്പം അടുത്ത ബാച്ചിൽ വീണ്ടും കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ പല ഫോർമുലാസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ പുതിയ ഇപ്പൊ ടെക്നിക്കൽ എന്ന് പറഞ്ഞ സംഗതി എന്തില്ല, ഒരിക്കലും ഇവിടെ അവസാനിക്കണില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 41 വാക്സിൻ ഇപ്പൊ ലാസ്റ്റ് വീക്ക് നിശാ സാർ എന്താക്കുന്നു ടെക്നിക്കൽ എടുക്കും. കാരണം അതൊരു വിശാലാത്മക ലോകമാണ്. ടെക്നിക്കൽ ഫുള്ള് പഠിച്ചിട്ട് നമുക്ക് ലൈവിൽ ഇറങ്ങാന്നുള്ളത് അതൊരിക്കലും പോസിബിൾ ആയിരിക്കില്ല, പോസിബിൾ ആയ ഒരു കാര്യമല്ല. കാരണം ടെക്നിക്കൽ പിന്നെ 300ഓളം ക്യാൻഡിൽസുകൾ നമുക്കുണ്ട്, 3000ഓളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള നമ്മൾ ചെയ്യുന്ന ഒന്നിൽ നമ്മൾ പിന്നെ പുട്ട് ഓൺ ചെയ്തിട്ട് നമ്മൾ അതിൽ മാക്സിമം സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ ടെക്നിക്കൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതിൽ ആകെ സപ്പോർട്ട് സിസ്റ്റംസ് വരയ്ക്കാനുള്ള ആ മെത്തേഡ് മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് അതിൽ നമ്മൾ എന്തുണ്ടാക്കണം, മാസ്റ്റർ ആവാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ആകെ ഒരു 20 to 25% ടെക്നിക്കൽ വർക്കൗട്ട് ആവുള്ളൂ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടെക്നിക്കൽ ഉണ്ട്, നമുക്ക് റിസ്ക് മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് അറിയില്ലെങ്കിൽ അബ്സല്യൂട്ട്ലി നമ്മൾ എന്തായിരിക്കും, ഫെയിൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ടെക്നിക്കൽ ഒന്നും ഇല്ല, നിങ്ങൾ അതിൽ ഞാൻ തന്ന റൂള് പാലിക്കുന്നുള്ള ഉറപ്പുണ്ടോ, നിങ്ങൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ ലൈവിൽ അറിയിക്കോ, യു ഡോണ്ട് ബി ഫെയിൽ, നിങ്ങൾ എന്താവില്ല, ഫെയിൽ ആവൂല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമുക്ക് ആവശ്യമായ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, 1% എടുക്കാനുള്ള മെത്തേഡ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ 1000 ഡേയ്സ് കൊണ്ട് കോമ്പൗണ്ടിങ് എഫക്ട് കൊണ്ട് ഹ്യൂജ് എമൗണ്ട് ആവുന്ന മാജിക്കൽ മിറാക്കിൾ സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അത്തരം സിനാരിയോസിലോട്ട് നെക്സ്റ്റ് വീക്കും ഇനിയുള്ള വീക്കുകളൊക്കെ എന്നും നിങ്ങൾക്ക് പ്രോഫിറ്റും ഗുഡും ഹാപ്പിനെസ്സും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. പഴയതുപോലെ ബാച്ച് നടക്കുന്നവർക്കൊക്കെ ബാച്ച് നടന്നുകൊണ്ടിരിക്കും. ചിലപ്പം 49th ബാച്ച് ഉള്ളവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പൊ അവർക്ക് എന്താണ് ഈ ന്യൂസ് അല്ലെങ്കിൽ റൂൾസ് എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ 48 വരെയാണ് എന്തായത് റൂൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് നിങ്ങൾക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം പലരും പിന്നെ ഫെയിലർ ആയിട്ടും മറ്റൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലിനെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിൽ പിന്നെ അവർക്ക് പറ്റുകയാണെങ്കിലും, ഞാൻ എപ്പോഴും പറയാനുള്ളത് പിന്നെ ട്രേഡിംഗ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ലൈഫിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തോട്ടേക്ക് അവർക്ക് എന്നും ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് എന്താക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ വരുന്ന കാലങ്ങളിൽ നമുക്കൊരു കുറച്ച് ചാരിറ്റി ബാച്ചുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്തുണ്ടായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഡിഫറെന്റ്ലി ആബിൾഡ് ആയ ബാച്ചും അതുപോലെ തന്നെ വിഡോസിന്റെ ബാച്ചും വന്നിട്ട് നമ്മളിങ്ങനെ പ്ലാനിങ്ങിൽ ഒരു ടീം നടന്നുകൊണ്ടിരിക്കണം. അതും പ്രൈവസി ഇഷ്യൂസ് കൊണ്ടാണ് അതൊന്നും പബ്ലിക് ആക്കാത്തത്. അപ്പൊ അതിൽ മെന്റേഴ്സിന്റെ ഒക്കെ അഭാവം വരുമ്പോൾ നിങ്ങൾ എന്തുണ്ടായിരിക്കണം, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആരായും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ പഴയ പോലെ ബാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. ഇന്നത്തെ ഈ വീക്കെൻഡ് സെഷന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്താക്കാം, നിങ്ങളോട് എപ്പോഴും ഫീഡ്ബാക്ക് ഒക്കെ പറയണത് അതിൽ നമ്മളൊന്ന് സംസാരിക്കാനൊക്കെ ഇതാകും. പിന്നെ ഗ്രൂപ്പ് നന്നായിട്ടൊന്ന് മിങ്കിളാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 48 ബാച്ചൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ചിലപ്പോൾ നമ്മൾ ശവപ്പറമ്പ് പോലെ ആക്കരുത് നമ്മുടെ പിന്നെ ഗ്രൂപ്പിനെ ഒന്നും. അപ്പൊ നിങ്ങൾക്ക് എന്തും ചോദിക്കാനും മറ്റൊക്കെ ഉള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അഞ്ജല മാമിന്റെ മെഡിറ്റേഷനും മറ്റൊക്കെ ആയിട്ട് മാം മാം ഇനിയുള്ള ദിവസങ്ങളിൽ സെൽഫ് അനാലിസിസ് ആയിട്ട് കൂടെ ഉണ്ടാവും. മാം എന്തെങ്കിലും പുതിയ ടീമാണ് മാം, പിന്നെ തുടക്കം കുറിക്കാത്ത ടീം കൂടി ഉണ്ട്. മാമിനെ കുറച്ച് റെസ്റ്റിന് ശേഷം വെൽക്കം ചെയ്യാണ്.
Hello. യെസ്. Okay. So, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക. മൈൻഡ് എന്നും നമ്മളെ മെയിൻ ടൂളാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിനെ കീപ്പ് ചെയ്ത് നമ്മളെ ട്രേഡിൽ എന്നും കാമായിട്ട് മാക്സിമം മുമ്പോട്ട് പോവുക. കാരണം പാനിക് ആയാൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്തോ ഡിസിഷൻസ് മാറും. അപ്പോൾ ഞാൻ പല സെഷൻസിലും പറഞ്ഞ ഒരു ടെക്നിക്കാണ് ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. നമ്മളെ തോട്ട്സിനെ, നമ്മളെ പാനിക് സിറ്റുവേഷനെ മാറ്റാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആക്ച്വലി ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത്, ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒക്കെ എന്താക്കാം, ഈ ടൂള് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങളെ മൈൻഡിനെ കാമാക്കി കൊണ്ടുവരാം. കാരണം ആ കാംനെസ്സിലാണ് കറക്റ്റ് ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ മാം ഒരു വറി 2-3 മിനിറ്റ്സ് അതൊന്ന് ലൈവായിട്ട് നമുക്ക്, കാരണം പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് മാമിന് ആ സ്റ്റേജിലോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? വിത്ത് ഒരു 5 മിനിറ്റ്സിന്റെ ഒരു ഉള്ളിൽ മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ റൈറ്റ് നൗ. ഓക്കെ. യെസ്, ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. അതായത് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്ന മൈൻഡിൽ എടുക്കുന്ന ഡിസിഷൻ ആണ്. ആ ഡിസിഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലാരിറ്റി ആണ്. മൈൻഡ് ക്ലാരിറ്റി ആണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ടൂൾ എന്നുള്ളത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ മെഡിറ്റേഷൻ എന്നിട്ട് ഇപ്പം മാം പിന്നെ കുറച്ച് ഒരു കാലം ഒരു റെസ്റ്റിലായതുകൊണ്ട് ഇപ്പം വീണ്ടും എന്തായിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ എല്ലാ ബാച്ചിലേക്കും മാമിന്റെ സെഗ്മെന്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മെഡിറ്റേഷന്റെ പവർഫുൾനെസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഡിസിഷൻ പെർഫെക്റ്റ് ആവും. അതിന് നമ്മൾ എന്തായിരിക്കണം, മൈൻഡ് കാമാക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ മില്ലിയനേഴ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്നും വീക്കിലി ഒരു ദിവസം മാറി നിൽക്കും, അല്ലെ നാച്ചുറായിട്ട് കണക്ട് ചെയ്യുക, അല്ലെ കംപ്ലീറ്റ്ലി ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബ്രീത്ത് സെൽഫിലോട്ടേക്ക് ഇറങ്ങും. അവിടുന്ന് കിട്ടുന്നതാണ് പിന്നെന്താ അവരുടെ 1 വീക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഹാപ്പി വെൽക്കം മാം. ഒരു ബ്യൂട്ടിഫുൾ ഫീലിങ്സ് മാം ഇവരോട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ മെഡിറ്റേഷൻ ഇസ് വെരി സിമ്പിൾ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പവർഫുൾ ടൂളാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളിപ്പോൾ ഗൈഡ് ചെയ്യാം. അത് നിങ്ങൾ കണ്ണടച്ച് ഞാൻ പറയുന്നത് മാത്രം മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം മുമ്പോട്ട് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം. പതിയെ കണ്ണുകൾ അടക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ് ആൻഡ് നൗ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം and breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം and breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഫീൽ ദ റിലാക്സേഷൻ. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഓരോ ശ്വാസവും, നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരവും മനസ്സും കംപ്ലീറ്റ്ലി റിലാക്സ് ആവുകയാണ്. യെസ്, യു ആർ റിലാക്സിങ്. യുവർ ബോഡി ഈസ് റിലാക്സിങ്. നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. യു ക്യാൻ ഫീൽ യുവർ ബ്രീത്ത്. അതിൻ്റെ കാറ്റ്, ആ ശ്വാസത്തിൻ്റെ താളം എല്ലാം നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് അനുഭവിക്കാം. ഓക്കെ, നിങ്ങൾ കാമാവുകയും ലൈറ്റർ ആവുകയും ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളൊരു കാറ്റ് പോലെ, ഒരു ബലൂണ് പോലെ നിങ്ങളുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി
ഫ്രീ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ മനസ്സ് ചെറിയൊരു കുളിർ കാറ്റ്, ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. നിങ്ങളിപ്പോൾ സമാധാനത്തിലാണ്. യു ആർ എക്സ്പീരിയൻസിങ് ദ പീസ്. നിങ്ങളിപ്പോൾ പീസ്ഫുൾ അനുഭവിക്കുകയാണ്. ഈ ഒരു കാംനെസ്സിൽ, ഈ ഒരു പീസ്ഫുള്ള് ഈ വീക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. യു ക്യാൻ ഡിസൈഡ് യുവർ ബ്യൂട്ടിഫുൾ വീക്ക്. ഈ ഒരാഴ്ച എത്രമാത്രം മനോഹരമാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കാംനെസ്സിൽ തീരുമാനമെടുക്കാം. നിങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. അത് പ്രസന്റിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ചെയ്യുന്ന നിങ്ങളായിട്ട് പ്രൗഡ്ലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. യെസ്, യു ആർ ലിവിങ് ദാറ്റ്. ഓക്കെ, നൗ സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. With the beautiful smile, മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. With the beautiful smile, you can open your eyes and come back. Okay, this is just a breathing exercise. നിങ്ങൾ പാനിക് ആകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രീത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് എടുത്താൽ മതി. ബ്രീത്തിങ് എക്സസൈസ് പല ടൈപ്സ് ഉണ്ട്. മെയിൻലി ഈ ഒരു നമ്മളെ പാനിക് സിറ്റുവേഷൻ, ഫിയർ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മളെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്, കാം ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ഒരു റിയാലിറ്റി പ്ലസ് കാംനെസ്സിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്രീത്തിങ് എക്സസൈസ് മെത്തേഡാണ് ബോക്സ് ബ്രീത്തിങ് എക്സസൈസ്. ഒന്നുമില്ല, നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് 1, 2, 3, 4 കൗണ്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ആ ശ്വാസം പിടിച്ചു നിർത്താം. ആ പിടിച്ചു നിർത്തുന്ന സമയത്ത് 1, 2, 3, 4 കൗണ്ട് ചെയ്യാം. എന്നിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിടാം. ആ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് 1, 2, 3, 4 കൗണ്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹോൾഡ് ചെയ്യാം. ഇത് നിങ്ങൾ എന്താക്കുക, ഒരു 11 ടൈംസ്, ഓരോ കൗണ്ടും ഇതുപോലെ 11 ടൈംസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും, ആ പാനിക് ഓർ ഫിയർ സിറ്റുവേഷനിൽ നിന്നും റിയാലിറ്റി പ്ലസ് കാമിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് പറയാ ബോക്സ് ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ഫോർ ഹിയറിംഗ് മീ. ഓക്കെ, സർ. ഓക്കെ, താങ്ക് യു മാം. എനിവേ എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡ് ആശംസിച്ച് ഇനി വരുന്ന വീക്ക് അടിപൊളിയാവട്ടെ. എല്ലാവരും സൂപ്പർബിളി നല്ലൊരു വീക്കെൻഡ് ആശംസിച്ച് വരുന്ന ആഴ്ച എല്ലാവർക്കും അടിപൊളിയായി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നും കൂടി ആശംസിച്ച് ഇന്നത്തെ ഈ വീക്കിലെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഓൾ.